ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമ്പർ 12 ആണ്. ഫിസിക്സിലെ ദ്രവബലങ്ങൾ എന്ന ടോപ്പിക്ക്. 40 മാർക്കിനാണ് എക്സാം ഇന്ന് വരുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ LPP ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സിനായിക്കോട്ടെ, അതേപോലെ LDC പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ഈ ടോപ്പിക്കുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഫിസിക്സിൽ അളവുകളും യൂണിറ്റുകളും കഴിഞ്ഞു. ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങളുടെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. തരംഗ ചലനം കഴിഞ്ഞു. ബലം കഴിഞ്ഞു. അതേപോലെ തന്നെ പ്രവൃത്തി, ഊർജ്ജം, പവറിൻ്റെ വേറെ ഒരെണ്ണം ചെയ്തു. ഗുരുത്വാകർഷണം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താ, ദ്രവബലങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ്. എന്തായിരിക്കും? ഭാരം, സാന്ദ്രത, മാസ്, വ്യാപ്തം. എന്തായിരിക്കും തുല്യമായിട്ട് വരുന്നത്? 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണെങ്കിൽ അവയ്ക്ക് എന്തായിരിക്കും? ഒരേ വ്യാപ്തമായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ വ്യാപ്തം? അവയുടെ വ്യാപ്തമാണ് ഇവിടെ തുല്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അതായത് ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഭാരം, സാന്ദ്രത, മാസ്, വ്യാപ്തം ഒക്കെ ആയിരുന്നു. നമുക്ക് ഇത് രണ്ടും അല്ല, ഈ സാന്ദ്രതയും വ്യാപ്തത്തിലായിരിക്കണം ഡൗട്ട് വരേണ്ടത്. അപ്പോൾ ഏതായിരിക്കും? വ്യാപ്തമാണ്. അതായത് എന്നോട് 1-2 പേര് എനിക്ക് കമൻ്റായിട്ട് തന്നു. അതായത് ഓപ്ഷൻ വായിക്കാതെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്, ഞാൻ മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഓപ്ഷൻസ് വായിക്കുന്നത്. അങ്ങനെ ഓപ്ഷൻ വായിക്കേണ്ട, ക്വസ്റ്റ്യൻ പറഞ്ഞ് അതേപോലെ ആൻസറുമായിട്ട് പറഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് അതിനെപ്പറ്റി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്നൊരു വസ്തുവിൽ നമ്മളിവിടെ ഒരു സംഭവം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ കല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ കല്ല് നമുക്ക് താന്നു പോകും. അതേപോലെ പൊങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും സാധനമാണെങ്കിൽ ഇത് താഴേക്കൊരു ബലം പ്രയോഗിക്കുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് മുകളിലേക്കും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ മുകളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ബലത്തെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതായത് വസ്തു താഴേക്ക് ഭാരം കൊടുക്കുമ്പോൾ മുകളിലേക്ക് ദ്രവം കൊടുക്കുന്നൊരു ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാനുള്ള കാരണം പ്ലവക്ഷമ ബലമാണ്. നമ്മൾ പണ്ടൊക്കെ കിണറിൽ നിന്നൊക്കെ വെള്ളം കോരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. അതായത് ആ വെള്ളത്തിൻ്റെ ഉപരിതലം വരെ നമുക്ക് എന്താണ്, താഴ്ത്തുന്നൊരു സപ്പോർട്ട്, വെള്ളം നമുക്കൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ആ ഉപരിതലം കഴിയുമ്പോഴേക്കുമാണ് നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനുള്ള റീസണാണ്? പ്ലവക്ഷമ ബലമാണ്. നമ്മുടെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള റീസൺ എന്താണ്? പ്ലവക്ഷമ ബലമാണ്. അതായത് നമ്മുടെ ആ വെള്ളം കപ്പലിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണുള്ളത്. അതിലൊന്നാണ് സാന്ദ്രത, മറ്റേതാണ് എന്ത്? വ്യാപ്തം എന്ന് പറയുന്നത്. ഈ സാന്ദ്രതയും വ്യാപ്തവും പ്ലവക്ഷമ ബലത്തിന് നേരനുപാതത്തിലായിരിക്കും. സാന്ദ്രത കൂടിയാൽ പ്ലവക്ഷമ ബലം കൂടും, അതേപോലെ വ്യാപ്തം കൂടിയാലും പ്ലവക്ഷമ ബലം കൂടും. നേരനുപാതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? ജലം, ഗ്ലിസറിൻ, മണ്ണെണ്ണ, ഉപ്പുവെള്ളം. ഏതാണ്? ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ദ്രാവകമാണ്? ഏതായിരിക്കും? ജലം, മണ്ണെണ്ണ, ഗ്ലിസറിൻ, ഉപ്പുവെള്ളം. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? ഏതിനായിരിക്കും? അത് ഗ്ലിസറിനാണ്. അതായത് ഗ്ലിസറിൻ എന്താണ്? സാന്ദ്രത വളരെ കൂടുതലാണ്. സാന്ദ്രത കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? പ്ലവക്ഷമ ബലവും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഈ ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 1 × 10³ എന്ന് പറയുന്നത്. മണ്ണെണ്ണ എന്ന് പറയുന്നത് 0.0810 ആണ്. അതേപോലെ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1.03 ആണ്. ഗ്ലിസറിനാകുമ്പോൾ അത് 1.26 × 10³ ആണ്. അതായത് ഇത് കൂടുതലാണ്. അപ്പോൾ ഗ്ലിസറിന് സാന്ദ്രത ഏതിനാണോ കൂടുതൽ അവിടെ എന്തായിരിക്കും കൂടുതലായിട്ട് വരുന്നത്? പ്ലവക്ഷമ ബലവും കൂടുതലാണ്. വായുവിൻ്റെ സാന്ദ്രത എത്ര? വായുവിൻ്റെ സാന്ദ്രത 10.3, 1.3, 100.3, 2.1. അപ്പോൾ സാന്ദ്രതയുടെ യൂണിറ്റാണ് kg/m³ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വായുവിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1.3 kg/m³ ആണ്. വായുവിൻ്റെ സാന്ദ്രത 1.3. ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ജലം
ജലം എന്ന് പറയുന്നത് എത്രയാണ്? 1 × 10³ എന്ന് പറഞ്ഞാൽ എത്രയാണത്? 1000 അതേപോലെ സമുദ്രജലം 1.03, മെർക്കുറി 13.6. കണ്ട, മെർക്കുറിക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ മെർക്കുറി ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറിക്ക് സാന്ദ്രത കൂടുതലാണെന്നെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ ഈഥൈൽ ആൽക്കഹോൾ, രക്തം 1.06 ആണ്. അതായത് രക്തത്തിന് എന്താണ്? ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വായു 1.29, അപ്രോക്സിമേറ്റ്ലി 1.3 പറയും. ഓക്സിജൻ 1.43, ഹൈഡ്രജൻ 9 × 10⁻², അതായത് 0.009 എന്ന് വരും അല്ലേ? 2 ഡിജിറ്റ് മാറ്റി വേണം നമുക്ക് പോയിന്റ് ഇടാനായിട്ട്. നക്ഷത്രാന്തര സ്പേസ് -10⁻20. ഗ്ലിസറിൻ -10⁻20. ഗ്ലിസറിൻ എന്ന് പറയുന്നത് 1.26. മണ്ണെണ്ണ എത്രയാണ്? 0.810 10⁻3. ഇത് 3 പഠിച്ചു വയ്ക്കുക. ജലത്തിൻ്റെത് 1 ആണ്. ഓക്കെ, 1000 ഓർത്ത് വെക്കുക. കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പോകെ പോകെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണിത് പഠിച്ചു വെക്കാൻ പറഞ്ഞതെന്ന് ഇപ്പോൾ മനസ്സിലാകും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് എന്തായിരിക്കും? ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ വ്യാപ്തത്തിന് കുറവായിരിക്കും, കൂടുതലായിരിക്കും, തുല്യമായിരിക്കും, ഇവയൊന്നുമല്ല. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്തായിരിക്കും? അത് തുല്യമായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, തുല്യമായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ പ്ലവന തത്വം അനുസരിച്ചിട്ട് ഈ പറയുന്നത് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. അതാണ് പ്ലവന തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയും. പ്ലവന തത്വം, അതിൻ്റെ ഈ പ്ലവന തത്വം അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഉപകരണങ്ങളാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ലാക്ടോമീറ്റർ, അതേപോലെ ഹൈഡ്രോമീറ്റർ, ഇതൊക്കെ പ്ലവന തത്വം. ഹൈഡ്രോമീറ്റർ, ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്താണ്? പ്ലവന തത്വമാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞനാരാണ്? ആർക്കിമിഡീസ്, എഡിസൺ, ജൂൾ, ഗലീലിയോ. ആരാണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം. ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതായത് പ്ലവക്ഷമ ബലവും ആ വസ്തു, അതായത് നമ്മളൊരു ബോട്ടിൽ, ഒരു ഇതിൽ നിറച്ച് നമ്മൾ വെള്ളം എടുത്തു, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ ഇതെത്രയാണോ ആ കല്ലിൻ്റെ ആ ഒരു ബലത്തിനോട് ആ ഒരു ഭാരത്തിനോട് ഈക്വൽ ആയിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കുളിക്കാനായിട്ട് ഒരു ബാത്ത് ടബിൽ നിറയെ വെള്ളമായിട്ട് കിടന്ന് അയാൾ അകത്തേക്ക് കയറിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അത്രയും വെള്ളം പുറത്തേക്ക് ചാടിപ്പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു കൺസെപ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് യുറേക്ക, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കിമിഡീസ് തത്വം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ്? ഗുരുത്വാകർഷണ ബലം, കാന്തികത, വായുമർദ്ദം, പ്ലവക്ഷമ ബലം. ഏതാണ്? ഓപ്ഷൻ ഡി, പ്ലവക്ഷമ ബലം. ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വമെന്ത്? ബെർണോളിസ് തത്വം, ബോയിൽസ് നിയമം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം. ഏതാണ് ഹൈഡ്രോളിക് ബ്രേക്കുകൾ? അത് ഏതാണ്? ഓപ്ഷൻ ഡി, പാസ്കൽ നിയമമാണ്. എന്താണ് പാസ്കൽ നിയമം എന്ന് പറഞ്ഞാൽ? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടും. അതായത് ഹൈഡ്രോളിക് ജാക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. അതായത് നമ്മളിവിടെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെയും ഇങ്ങനെ കൊടുക്കും. നമ്മൾ ഈ പിസ്റ്റൺ താഴത്തേക്ക് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ മൊത്തത്തിൽ ഇത് മുകളിലോട്ട് ഉയരും. അതായത് ഒരു വസ്തു എന്താണ് പറയുന്നത്? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താണ് ബലം പ്രയോഗിച്ചു, മർദ്ദം പ്രയോഗിച്ചു. അതിൻ്റെ ആ മർദ്ദം അതിൻ്റെ ഇവിടെ എല്ലാ ഭാഗത്തും ഒരേപോലെ സംഭവിക്കും. അതിനെയാണ് നമ്മൾ പാസ്കൽ നിയമം എന്ന് പറയുന്നത്. പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്തൊക്കെ? ഹൈഡ്രോളിക് പ്രസ് ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട്. ഹൈഡ്രോളിക് എന്ന് കാണുന്ന എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, അതെന്താണ്? പാസ്കൽ നിയമമാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു? പ്ലവന തത്വമായിട്ട് ഏതൊക്കെയായിരുന്നു?
ഹൈഡ്രോമീറ്ററാണ്. ഓക്കെ, അതായത് പ്ലവനതത്വം വരുന്നത് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും. ഇത് ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, അതേപോലെ നമ്മുടെ ഫ്ലഷ് ടാങ്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇതെല്ലാത്തിൻ്റെയും പ്രവർത്തന തത്വം എന്ന് പറയുന്നത് പാസ്കൽ നിയമമായിരിക്കും. ചിലപ്പോൾ ഇക്കൂട്ടത്തിൽ തന്നെ ഈ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് തന്നിട്ട് കൂട്ടത്തിൽ ഹൈഡ്രോമീറ്ററും കൂടി തരും. ഓക്കെ, അപ്പോൾ വ്യത്യാസം എന്താണ്? ഇത് പാസ്കൽ നിയമമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം എന്താ? കടൽ വെള്ളത്തിൽ തരംഗങ്ങൾ ഉള്ളതുകൊണ്ട്. കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. പ്ലവക്ഷമ ബലം കടൽ വെള്ളത്തിൽ കുറവായതുകൊണ്ട്. കടലിൽ കൂടുതൽ വെള്ളമുള്ളതുകൊണ്ട്. ഏതായിരിക്കും? കടലിൽ നീന്താനാണ് നമുക്ക് എന്താണ് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പം. കാര്യം കടൽ വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമുക്കവിടെ ഒരു പ്ലവക്ഷമ ബലം, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നമ്മളിലേക്കൊരു ബലം പ്രയോഗിക്കും. അത് പുഴവെള്ളത്തെ അപേക്ഷിച്ച് കടലിൽ എന്താണ്? അത് കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലൊക്കെ നമുക്ക് നീന്താനായിട്ട് കുറച്ചും കൂടി എളുപ്പമാകുന്നത്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബാറ്, ടോറ്, പാസ്കല്, അതേപോലെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വെബർ. ബാറ്, ടോറ്, പാസ്കൽ, വെബർ. ഇതിൽ വെബറാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. നമ്മൾ ഫസ്റ്റ് മോക്ക് ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് വെബർ? കാന്തശക്തി അല്ലേ? അതിനെപ്പറ്റി പഠിക്കുന്നതാണ് വെബർ എന്ന് പറയുന്നത്. അതായത് കാന്തശക്തിയുടെ യൂണിറ്റാണ് വെബർ. അപ്പോൾ ബാറ്, അതേപോലെ ടോറ്, പാസ്കൽ, ഇതെല്ലാം എന്താണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് മീറ്റർ, ഗ്രാം, മില്ലി ബാർ, സെൻറ്റിമീറ്റർ. ഏതാണ്? മില്ലി ബാറിലാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. അതായത് ഒരു ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁵ പാസ്കലാണ്. അതേപോലെ 1 ടോർ എന്ന് പറയുന്നത് 1 mm of Hg, അതായത് മില്ലി ബാർ എന്ന് പറയും. 1 mm of Hg ആണ്. നമ്മുടെ നോർമൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 760 mm of Hg ആണ്. എന്തെന്ന് പറയുന്നത്? സാധാരണ അന്തരീക്ഷ മർദ്ദം. ഓക്കെ, അപ്പോൾ ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലാണ്. 1 ന്യൂട്ടൺ എത്രയായിരുന്നു? 10⁵ ഡൈൻ. അതേപോലെ തന്നെ 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലാണ്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്ത്? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. എങ്ങനെയാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നത്? ഒരു വസ്തുവിൻ്റെ സാന്ദ്രതയും അതിന് ആപേക്ഷിക എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഒന്ന് അപേക്ഷിച്ച്, ആ ഒരു മീനിങ് ആണ്. ഏതോ ഒന്നിനെ നമ്മൾ ഒരു ബേസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്താണ് ആപേക്ഷിക സാന്ദ്രത? ആപേക്ഷിക സാന്ദ്രത എന്നാൽ നമുക്കിവിടെ മണ്ണെണ്ണ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യണം? ഏതാണോ വസ്തു അതിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ എന്ത് വരും? ജലത്തിൻ്റെ സാന്ദ്രത. അപ്പം ജലത്തിനെയാണ് നമ്മളൊരു കോമൺ ഇതായിട്ട് വെക്കുന്നത്. അപ്പോൾ ഏതും ആയിക്കോട്ടെ അതിനെന്ത് ചെയ്യണം? വസ്തുവിൻ്റെ സാന്ദ്രത ഏതും ആയിക്കോട്ടെ അതിനെ ജലത്തിൻ്റെ സാന്ദ്രതയായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താ മണ്ണെണ്ണയുടെ സാന്ദ്രത? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ബോക്സ് പഠിക്കണമെന്ന്. മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് 810 ആണ്, അല്ലെങ്കിൽ 0.81 × 10⁻³ ആണ്. അതേപോലെ തന്നെ 810 ഡിവൈഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ ആൻസർ എത്ര വരും? 0.81 എന്ന് വരും. സോ ആൻസർ വരുന്നത് 0.81. ഇതാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്താണ്? ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാന്ദ്രതയുടെ യൂണിറ്റൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ആപേക്ഷിക സാന്ദ്രത എപ്പോഴും എന്താണ്? ഒരു ആനുപാതിക സംഖ്യ, അതിനാൽ അതിന് യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല, ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണമായത് ഏത് ബലമാണെന്ന്? ദ്രാവക ഉപരിതലത്തിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വരും? അഡീഷൻ ബലം, കൊഹിഷൻ ബലം, വിസ്കസ് ബലം, ഘർഷണ ബലം. ഏതാണ് ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണമായത്? അഡിഷൻ ബലമാണ്. എന്താണ് അഡിഷൻ ബലം എന്ന് പറഞ്ഞാൽ? എന്താണ് കൊഹിഷൻ ബലം? അഡിഷനും കൊഹിഷനുമാണ് നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്നത്. അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അട എന്ന് ഓർത്താൽ മതി. അട നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? 2 സാധനങ്ങളല്ലേ മെയിനായിട്ട്. എന്താ? നമ്മൾ ആദ്യമേ അരിയുടെ എന്താക്കും? അരിയുടെ
പരത്തി വയ്ക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ എന്താ വേറൊരു സാധനമാണ് ശർക്കര ചേർക്കും അല്ലേ. അതായത് അടയും ശർക്കരയും രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താണ് അഡീഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ ബലം. അപ്പോൾ എന്താണ് കൊഹിഷൻ ബലം? കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇനമാണ് അല്ലേ. അപ്പോൾ കൊഹിഷൻ നമുക്ക് കിട്ടില്ല. ഇത് ഓർത്താൽ മതി, അട ഓർത്താൽ മതി. അട എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ രണ്ടും വ്യത്യസ്ത ഇനങ്ങളാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ ബലം. അതേപോലെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിൻ്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമെന്താ? പ്രതലബലം, വിസ്കോസിറ്റി, ഭൂഗുരുത്വ ബലം, പ്ലവനബലം. ഏതായിരിക്കും? ക്യാപ്പിലറി റൈസ് എന്ന് പറയും. ഏതാണ്? ഓപ്ഷൻ എ പ്രതലബലമാണ്. എന്താ പ്രതലബലം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകം കൊടുത്താൽ അതിൻ്റെ ഉപരിതലത്തിൽ ഒരു ബലം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പ്രതലബലം എന്ന് പറയുന്നത്. ദ്രാവകത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം എന്ത്? പ്രതലബലം, വിസ്കോസിറ്റി, മർദ്ദം, ഊഷ്മാവ്. അതെന്താണ്? അവിടെ പ്രതലബലമാണ്. അതായത് അതിന് ഏറ്റവും വ്യാപ്തം കുറഞ്ഞു കിട്ടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് റൗണ്ടിലായിട്ട് നിൽക്കും. അതായത് ഇതിൻ്റെ മേലിലുള്ള ആ ഒരു തന്മാത്രകൾ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രതലബലം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സൂചിയൊക്കെ ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താ? പ്രതലബലമാണ്. ഈ പ്രതലബലത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പ്രതലബലത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം വെച്ചേക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു സൂചി ഇട്ട് കഴിഞ്ഞാൽ ഇതിവിടെ അനങ്ങാണ്ട് പൊങ്ങിക്കിടക്കും. അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ കാര്യം ഇവിടുത്തെ ഇതിൻ്റെ മുകളിൽ എന്താണ്? ജലത്തിൻ്റെ തന്മാത്രകളുണ്ട്. ഈ തന്മാത്രകൾ പരസ്പരം ഒരു കൊഹിഷൻ ബലമുണ്ട് അല്ലേ. ഈ തന്മാത്രകൾ ഇവിടെ എല്ലായിടത്തും ഒരു കൊഹിഷൻ ബലമുണ്ട്. അതേപോലെ ഈ ഗ്ലാസും വെള്ളവും ആണെങ്കിൽ എന്തായിരിക്കും? ഗ്ലാസ് എന്ന് പറയുന്നത് വേറൊരു ഇനമാണ്, വെള്ളം എന്ന് പറയുന്നത് വേറാണ്. സോ അത് തമ്മിൽ എന്തായിരിക്കും? അഡീഷൻ ബലമാണ്. ഇവിടെ പക്ഷേ ഓരോ ജലതന്മാത്രകളും തമ്മിൽ ഒരു ബലമുണ്ട്, അവിടെ ഒരു കൊഹിഷൻ ബലമുണ്ട്. അപ്പോൾ എന്താണ് പ്രതലബലത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു കൊഹിഷൻ ബലമാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? ദ്രാവകത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാനുള്ള റീസണും എന്താണ്? പ്രതലബലമാണ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്ത് സംഭവിക്കും? കൂടും കുറയും, മാറ്റം സംഭവിക്കുന്നില്ല. ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പെട്ടെന്നൊരു തുണിയിലേക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അതിലേക്ക് കയറില്ല. തുണിയിലേക്ക് അതിങ്ങനെ ഉണങ്ങി തന്നെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം വെള്ളത്തിന് എന്താണ്? ആ വെള്ളത്തുള്ളികൾ തമ്മിൽ പരസ്പരം ഒരു ഫോഴ്സ് ഓഫ് ഒരു കൊഹിഷൻ ബലമുണ്ട്. ആ കൊഹിഷൻ ബലം അല്ലെങ്കിൽ ആ ഒരു പ്രതലബലം അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ സോപ്പ് ഉപയോഗിക്കുന്നത്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ജലതന്മാത്രകൾ തമ്മിലുള്ളൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞ് അവിടുത്തെ ഒരു പ്രതലബലം കുറയും. അപ്പോഴാണ് നമുക്ക് തുണിയൊക്കെ പെട്ടെന്ന് നനയുള്ളൂ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുന്നത് എപ്പോഴാണെന്ന്? ജലത്തിൻ്റെ സാന്ദ്രത 0 ഡിഗ്രി, 100 ഡിഗ്രി, 4 ഡിഗ്രി, -4 ഡിഗ്രി. പഠിച്ചു വെച്ചു. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതായത് എന്താണ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, യൂണിറ്റ് വ്യാപ്തത്തിലുള്ള, അതായത് ഒരു സംഭവം എടുത്ത ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ഡത്തെയാണ് നമ്മൾ സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ. വാതകങ്ങൾക്ക് പൊതുവെ സാന്ദ്രത എന്താണ്? കുറവാണ്. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 kg/m³ ആണ്. ഇതല്ലെങ്കിൽ ഇങ്ങനെ തരും കേട്ടോ. 1 × 10⁻³ kg/m³ എന്നും തരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഷർ കുക്കറിൽ ഭക്ഷണം വളരെ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ട്? താപനഷ്ടം സംഭവിക്കാത്തത് കൊണ്ട്, ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളത് കൊണ്ട്, നീരാവിക്ക് പുറത്തു പോകാത്തത് കൊണ്ട്, ഇതൊന്നുമല്ല. ഏതായിരിക്കും ആൻസർ? ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളത് കൊണ്ട്. അതായത് നമ്മൾ പ്രഷർ കുക്കർ അടച്ചു വയ്ക്കുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? മർദ്ദം കൂടുന്നുണ്ട്. മർദ്ദം കൂടുമ്പോൾ അവിടെ തിളനില കൂടും. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്ന സാധനം അവിടെ 120 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. അതായത് കുക്കറിലെ താപനില എന്ന് പറയുന്നത് 120 ആണ്. അവിടെ ഉയർന്ന മർദ്ദവുമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ്? ഗുരുത്വാകർഷണം, ഘർഷണബലം, അപവർത്തനം, കേശികത്വം. എന്താണ്? ഓപ്ഷൻ ഡി കേശികത്വമാണ്. കേശികത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വാകർഷണത്തെ മറികടന്ന്
ഉള്ള ആ ഒരു ഉയർച്ചയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കേശികത്വം എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ കാരണങ്ങൾ പറയാം? പ്രതലബലമുണ്ട്, അഡീഷൻ ഉണ്ട്, കൊഹിഷൻ ഉണ്ട്. ഇതെല്ലാം കേശികത്വത്തിന് കാരണങ്ങളാണ്. അപ്പോൾ എന്താണ്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വാകർഷണത്തെ മറികടന്നുള്ള തന്മാത്രകളുടെ ഉയർച്ചയാണ്, അല്ലെങ്കിൽ ദ്രാവകങ്ങളുടെ ഉയർച്ചയാണ് കേശികത്വം. അതായത് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം ഇത്രയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതിങ്ങനെ കയറി നിൽക്കും. ഇതിനെയാണ് കാപ്പിലറി റൈസ് അഥവാ കേശികത്വം എന്ന് പറയുന്നത്. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ആർക്കിമിഡീസ്, ബെർണോളിസ്, പാസ്കൽ ദ്രവ തുടർച്ചാ നിയമം. ഓപ്ഷൻ സി പാസ്കൽ നിയമമാണ്. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, അതൊക്കെ. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വമാണ്, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ബ്രേക്ക് ഏതാണ്? പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഏതാണ്? പാസ്കൽ നിയമം. പാസ്കൽ നിയമം ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങളാണ് ഇത്. കണ്ട, നേരത്തെ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഇവിടെ ഒരു ബലം നമ്മൾ പ്രയോഗിക്കുമ്പോഴേക്കും ഇവിടെ എന്താണ്, ഇവിടെ ഈക്വൽ ആയിട്ടായിരിക്കും ഈ ബലം ഇവിടെ എല്ലായിടത്തേക്കും ഒരേപോലെ ചെല്ലും. അങ്ങനെയാണ് നമുക്ക് ഉയർത്താൻ പറ്റുന്നത്. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതേപോലെ ഫ്ലഷ് ടാങ്ക്, മണ്ണുമാന്തി യന്ത്രം, ഇതെല്ലാത്തിൻ്റെയും എന്താണ്? പാസ്കൽ നിയമമാണ് ഉപയോഗിക്കുന്നത്. ദ്രാവകത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടം അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ഏതാണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലേ പറയുന്നത്? പ്ലവക്ഷമ ബലം എന്താണ്? അത് വസ്തു ആദേശം ചെയ്യുന്ന ഭാരത്തിന് തുല്യമായിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, ബെർണോളിസ് നിയമം, ന്യൂട്ടൺ നിയമം. ഏതായിരിക്കും അന്തർവാഹിനികളൊക്കെ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LDC മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് 2023. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തുവിൻ്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ആണോ? അല്ല, സാന്ദ്രതയെയും വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കുന്നത്. സോ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാറ്റാം. കാര്യം എന്താ, ഒന്നുള്ള ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഇനി നമുക്ക് 2, 3 വായിക്കണം. ഡയറക്റ്റ് 4 വായിച്ച് നോക്കി 4 ശരിയാണോ അല്ലേന്ന് കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കേ അടുത്തത്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതെന്താണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ശരിയാണ്. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. ഇതും ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കപ്പിയും വെള്ളം കോരിയെടുക്കുന്ന കിണറ്റിൽ നിന്ന്. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. അതും ശരിയാണ്. കടൽ ജലത്തിന് സാന്ദ്രത കൂടുതലാണ്. സോ അത് സ്വാഭാവികമായിട്ടും ഉയർന്നു കിടക്കും. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ 1 മാത്രമാണ്. വിളക്കുതിരിയിൽ എണ്ണ കയറുന്നത് എന്തായിരിക്കും? കേശികത്വത്തിന് ഉദാഹരണമാണ് വിളക്കുതിരിയിൽ എണ്ണ കയറുന്നത്. കൊഹിഷൻ എന്നാൽ നമ്മൾ എന്താ പറഞ്ഞത്? അടയാണോ? അട എന്താണ്? വ്യത്യസ്തമാണ്. അഡിഷൻ, അടാന്ന് പഠിച്ചാൽ മതി. വ്യത്യസ്ത ഇനം. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ, അല്ലേ? വേണ്ട, ഒരേ ഇനം തന്മാത്രകൾ വികർഷണം തന്നിട്ടുണ്ട്. 2 വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം എന്താണ്? അഡിഷനാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നത്, ഗ്ലാസ്, വെള്ളം രണ്ടും വ്യത്യസ്തമായ തന്മാത്രകളാണ്. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏതാണ്? അത് ഓപ്ഷൻ സി അഡിഷൻ ഫോഴ്സ് ആണ്. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകിത്തീർന്ന ഉടൻ ജലനിരപ്പ് എന്ത് സംഭവിക്കുന്നു? ജലനിരപ്പിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഐസ് കഷ്ണം പൊങ്ങിക്കിടന്നാൽ അത് ഉരുകിത്തീരുമ്പോഴേക്കും അതിൻ്റെ ജലനിരപ്പിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതാണ് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. യാതൊരു വ്യത്യാസവും അവിടെ വരില്ല. സോപ്പ് ഉപയോഗിക്കുമ്പോൾ വസ്ത്രത്തിലെയും മറ്റും അഴുക്കുകൾ പെട്ടെന്ന് ഇളകുന്നതിനുള്ള കാരണം എന്താണ്? സോപ്പ് വെള്ളത്തിൻ്റെ പ്രതലബലം കുറവായതുകൊണ്ട്, സോപ്പ് വെള്ളത്തിൻ്റെ പ്രതലബലം കൂടുതലായതുകൊണ്ട്, സോപ്പ് ഒരു ക്ഷാരമായതുകൊണ്ട്, സോപ്പ് ജലത്തെ വിഘടിപ്പിക്കുന്നത് കൊണ്ട്. ഓപ്ഷൻ എ സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവാണ്. സോ പെട്ടെന്ന് അതെന്താണ് അഴുക്കുമായിട്ടും ഉടുപ്പിലേക്കൊക്കെ ഉള്ളിലോട്ട് ഉടുപ്പിൻ്റെ ഓരോ ഇഴകളിലേക്കും ചെല്ലാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നത് കാരണം പ്രതലബലമാണ്. സൂപ്പർ അല്ല, സോപ്പ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കൂടുന്നു. എന്തൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയല്ല, കുറയുകയാണ്. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ? വിസ്കോസിറ്റി അഥവാ ശ്വാനബലം എന്ന് പറയാം. എൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ അത് ശ്വാനബലം അഥവാ വിസ്കസ് ഫോഴ്സ്. എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി കൂടുതലും കുറവ്. അതായത് നമ്മളിപ്പോൾ ഒരു ചരിച്ചൊരു ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് മണ്ണെണ്ണയും ഗ്ലിസറിനും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിസ്കസ് ഫോഴ്സ് അനുസരിച്ചിരിക്കും അത് താഴേക്ക് പോകുന്നതിനുള്ള റീസൺ. തേനാണ് ഒഴിക്കുന്നതെങ്കിൽ പതുക്കെ ആയിരിക്കും. ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് താഴേക്ക് പോകും. അപ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി എന്താണ്? കുറയുന്നു. പഠിച്ചു വെച്ചു. അപ്പോൾ ഇത് തെറ്റാണ്. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നതിന് എന്താണ്? അത് പ്രതലബലമാണ് അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ മേളിലൊരു വലിവ് ബലമുണ്ട്. അതിനെയാണ് നമ്മൾ പ്രതലബലം എന്ന് പറയുന്നത്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്താണ്? കൂടുകയാണോ ചെയ്യുന്നത്? അല്ല, കുറയുന്നു. സോ ഇതും തെറ്റാണ്. 1ഉം 3ഉം തെറ്റാണ്. 2 ശരി. 1, 3 തെറ്റ്, 2 ശരി. ഏതാണ്? ഓപ്ഷൻ സി വരും. ഓക്കെ. തന്നിരിക്കുന്നവയിൽ കേശികത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അഡിക്ഷൻ അല്ല, അഡിഷൻ. അഡിഷൻ ബലം കോഷൻ ബലത്തേക്കാൾ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കേശിക ഉയർച്ച സംഭവിക്കുന്നത്. കണ്ട, ഈ ഗ്ലാസും അതുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോഴാണ് കേശിക ഉയർച്ച സംഭവിക്കുന്നത്. നെക്സ്റ്റ്, കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ച കുറയുന്നു. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. കുഴലിൻ്റെ വ്യാസം നമ്മളെന്താ ഇത് എത്രയും കുഴൽ ചെറുതാക്കാവോ അത്രയും ഇത് ഉള്ളിലേക്ക് മേളിലോട്ട് കയറും. സോ കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ച കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് കുഴലിൻ്റെ വ്യാസം നമ്മളെന്താണ് കുറയുമ്പോൾ ഉയർച്ച കൂടുന്നു, കുറയുന്നു അല്ല ചെയ്യേണ്ടത്. കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ച കുറയുകയല്ല, അതെന്താകും? കൂടുകയും. ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത് കേശികത്വത്തിന് ഉദാഹരണമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ നമുക്ക് 2 മാത്രമാണ് തെറ്റ്. അപ്പോൾ 2ൻ്റെ ശരിയായത് എങ്ങനെയാണ്? കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുകയാണ്. സോ ഓപ്ഷൻ 1, 3 ശരി, 2 തെറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന തത്വമാണ് ബെർണോളിസ് തത്വം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. വായുവേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതാണ് ബെർണോളിസ് തത്വം. അതായത് നമ്മുടെ എന്ത് സാധനമാണ്? വിമാനമൊക്കെ പറത്തുന്ന ഈ ബെർണോളിസ് തത്വം. അത് ഭയങ്കര സ്പീഡിൽ ചലിക്കുമ്പോഴേക്കും നമുക്കവിടുത്തെ മർദ്ദം കുറയും. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അതും ശരിയാണ്. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുന്നത് കൊണ്ടാണ് നമ്മൾ ആരോഹകരൊക്കെ എന്ത് ചെയ്യുന്നത്? ഒത്തിരി ഹൈറ്റിലേക്ക് പോകുമ്പോൾ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നത്. പുറത്തെ മർദ്ദം ഭയങ്കര കുറവായിരിക്കും അല്ലേ, ഉള്ളിലത്തെ മർദ്ദം കൂടുതലായിരിക്കും. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ബ്ലഡ് ക്യാപ്പിലറീസൊക്കെ പൊട്ടി നമുക്ക് ഇത് വരുന്നത്, ബ്ലഡൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ്? മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. സോ ഇതും ശരിയാണ്. 1, 2, 3 ശരിയാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നത് പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ്. തെറ്റാണ്. സാന്ദ്രത കുറവായതുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 തെറ്റാണ്. കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ പറ്റും. കാര്യം കടൽ ജലത്തിന് സാന്ദ്രത കൂടുതലാണ്. അപ്പം നമ്മളിലേക്ക് ആ വെള്ളം തരുന്നൊരു പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്താണ്? അവിടെ കൂടുതലാണ്. സോ നമുക്ക് എളുപ്പത്തിൽ നീന്താൻ പറ്റും. മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് അല്ലേ. സാന്ദ്രത കുറഞ്ഞ സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പൊങ്ങിക്കിടക്കുന്നത്. സോ അതും ശരിയായ പ്രസ്താവനയാണ്. സോ 1 തെറ്റ്, 2, 3 ശരി. 1, 2, 3 ശരി, 2, 3 ശരി, 1, 3 ശരി. അപ്പോൾ ഏതാണ്? 2, 3 ശരി. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിൽ എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ വീതമാണ് മർദ്ദം കുറയുന്നത്.
ഓക്കെ, അതായത് നമ്മൾ നമ്മളൊരു ബേസിൽ നിന്ന് ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോഴേക്കും നമ്മളൊരു 10 മീറ്റർ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ മർദ്ദം 1 മില്ലി ബാർ കുറയും. 20 മീറ്റർ ആകുമ്പോഴേക്കും വീണ്ടും അത് 2 മില്ലി ബാർ കുറയും. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലേഡ് പോലുള്ള വസ്തുക്കളെ ജലോപരിതലത്തിൽ താങ്ങി നിർത്താൻ സഹായിക്കുന്നതാണ് എന്ത്? പ്രതലബലം, പ്ലവക്ഷമബലം, കൊഹിഷൻ, കേശികത്വം. ബ്ലേഡ് പോലുള്ള, ഇതിൻ്റെ എക്സാക്റ്റ് ആൻസർ വരുന്നത് പ്രതലബലമാണ്. ശരിക്കും ഈ പ്രതലബലത്തിൻ്റെ കാരണമാണ് ഈ കൊഹിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രതലബലവും കൊഹിഷനും ആൻസറായിട്ട്, പക്ഷേ ഏറ്റവും ആപ്റ്റായ ആൻസർ എന്ന് പറയുന്നത് പ്രതലബലം കാരണമാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും? ഉയരം കൂടുന്തോറും മർദ്ദം കുറയും. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടും അല്ലേ? അതേപോലെ ഉയരം കൂടുന്തോറും മർദ്ദം എന്താണ്? കുറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ജലാശയത്തിൻ്റെ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടും. ശരിയാണ്. പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കൂടും. ശരിയാണോ? മർദ്ദം കുറയും. അതാണ് നമ്മൾ ഒരാണിയുടെയൊക്കെ പുറത്ത് നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാര്യം അവിടെ പ്രതല വിസ്തീർണം ഭയങ്കര കുറവാണ്. സോ നമ്മുടെ കാലിലേക്ക് തറച്ച് കയറും. അതാണ് ഒരു ഇതിൽ ആണി നിറച്ചിട്ട് അവർ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടില്ലേ? കാര്യം അവിടെ അവർ ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളാണ്. അവിടുത്തെ പ്രതല വിസ്തീർണം അവർ കൂട്ടുവാണ്. കൂട്ടുമ്പോഴേക്കും ആ ആണി നമ്മുടെ കാലിൽ പ്രയോഗിക്കുന്ന മർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം എന്താണ്? കുറയുകയാണ്. ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയും. അത് നമ്മൾ ഇത്ര നേരം പറഞ്ഞതാണ്. ഇതും ശരിയാണ്. ഇത് മാത്രമാണ് തെറ്റ്. സോ 40 ഓപ്ഷൻ ഏത് വരും? 1ഉം 3ഉം ശരി. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 40 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫിസിക്സിലെ ദ്രവബലങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്